കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ജയറാമും ആലപ്പുഴക്കാരൻ പ്രൊഡ്യൂസറായിട്ടുള്ള ഹസീബ് ഹനീഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോയുടെ താഴെയും ചിലരൊക്കെ വന്നിട്ട് ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജയറാം എന്ന് പറയുന്ന നടൻ വിനയം കൊണ്ട് എവിടം വരെ താഴാവോ അവിടം വരെ താഴുന്ന ഒരു നടനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ജയറാം എന്ന് പറയുന്ന നടൻ ഏറിൽ തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. ഈ ഹസീബ് ഹനീഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം ഏതാണ്ട് 7-8 സിനിമകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ കോ പ്രൊഡ്യൂസറായിട്ട് മറ്റു പലരുമായിട്ടും അദ്ദേഹം 3-4 സിനിമകൾ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം അവസാനം എടുത്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജയറാമിന്റെ മകൻ നായകനായിട്ട് എത്തിയ ഹാപ്പി സർദാർ എന്ന സിനിമയാണ്. അതിനു മുമ്പ് ഇദ്ദേഹം എടുത്ത സിനിമ ജയറാമിനെ നായകനാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഈ 2 സിനിമയുടെയും ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ ആ വീഡിയോയിൽ അത് വിശദമായിട്ട് വിശദീകരിച്ചിരുന്നു, ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഈ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ജയറാമിന്റെ സിനിമ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ജയറാം ഈ പറയുന്ന പ്രൊഡ്യൂസറായിട്ടുള്ള ഹസീബ് ഹനീഫിനെ വിളിച്ചിട്ട് മകനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നും ആ സിനിമയിൽ എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം എന്ന് ഉറപ്പിന്മേൽ മറ്റൊരാൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമ ഇദ്ദേഹം ഏറ്റെടുക്കുകയും ഈ സിനിമ പഞ്ചാബ്, അതുപോലെ തന്നെ റാമോജി ഫിലിം സിറ്റി, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കോടികൾ മുടക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ എടുത്തത്. എന്നാൽ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ വലിയ പരാജയമായിരുന്നു, വലിയൊരു നഷ്ടമുണ്ടായി. ആ നഷ്ടത്തിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിന് കരകയറാനായിട്ട് സാധിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പല ആളുകളും വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ വെറുതെ ആണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടവരുണ്ട്. അതിനുശേഷം ഈ പ്രൊഡ്യൂസറിന് പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടാകുകയും അദ്ദേഹം എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ വന്ന് ഇദ്ദേഹത്തെ കാണുകയും ഈവൻ മമ്മൂക്ക അടക്കം അദ്ദേഹത്തെ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ജയറാം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഇദ്ദേഹം ഈ പറഞ്ഞ ഹസീബിനെ ഒന്ന് വിളിക്കുകയോ ഇത്രയും നാളായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കാണുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു തെളിവുമായിട്ടാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ജയറാമിൻ്റെ 2 വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഞാൻ ഒന്ന് കേൾപ്പിക്കാം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. ഹസീബ്, പടച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. മോളോട് പറയണം, മോൾക്ക് എല്ലാ ആശംസകളും പറയണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം പോകുന്നുണ്ടാവും. അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയ്ക്ക് പോകുന്നത് അറിയില്ല. എന്തായാലും മോളുടെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ജയറാമിൻ്റെ നിർബന്ധത്തിലായിരുന്നു ഹസീബ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡ്യൂസർ ഈ ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത്. ഇത് മുമ്പ് ഒരാൾ സിനിമ ഷൂട്ട് ചെയ്ത് കുറച്ച് പൈസ അതിനകത്ത് കളഞ്ഞിട്ടിട്ട് പോയൊരു സിനിമയാണ് വീണ്ടും ഈ ജയറാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എടുക്കുന്നത്. അത് ജയറാമിൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാണ് കാരണം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി കുറേ കാശ് മുടക്കിയത്. പിന്നെ ഈ ഒരു അസുഖം വന്നതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. പുള്ളിയെപ്പോലെ ഇത്ര ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യനെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം പുള്ളി ഇപ്പം ജീവിതത്തിൽ അഭിനയിക്കുന്ന ഈ ഒരു അഭിനയം സിനിമയിൽ അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വല്ല ഓസ്കാർ അവാർഡൊക്കെ വാങ്ങിക്കേണ്ട ഒരു വലിയൊരു നടനായിട്ട് മാറിയനായിരുന്നു. ആ മനുഷ്യന് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇത്രയും വിഷയങ്ങളുണ്ടായി, സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ കടം വീട്ടാൻ വേണ്ടി അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള
ഒരുപാട് മുതലുകൾ വിൽക്കേണ്ട ഒരു അവസ്ഥ വരെ അദ്ദേഹത്തിനുണ്ടായി. എന്നിട്ട് പോലും ഈ നിമിഷം വരെ ഈ പറയുന്ന ജയറാം എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള ആളുകളെ മലയാള സിനിമയിൽ സൂക്ഷിക്കുക. കാരണം ഇപ്പൊ മലയാള സിനിമയിൽ ഈ പറഞ്ഞ ജയറാമിന് വലിയ സിനിമകളൊന്നുമില്ല. കാരണം മിക്ക പ്രൊഡ്യൂസർമാരടുത്തും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള പല വാർത്തകളും. ഇപ്പൊ ശാന്തിവിള ദിനേശിന്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും അദ്ദേഹം പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇന്ന് ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെ വന്നിട്ട് പല ആളുകളും പറയുന്നത് ഇത് പച്ചക്കള്ളമാണ്, ജയറാം അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ തെളിവ് സഹിതം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആളുകളെ കാണുമ്പോഴും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഈ വിനയം വാരി അങ്ങോട്ട് വെതർന്നല്ലാതെ ഒരു പുല്ലുമില്ല എന്നുള്ളത് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക.